ഇന്റർവ്യൂ എന്നല്ല, ആദ്യമായിട്ട് ഒരു പുസ്തകം, ജീവിക്കുന്ന പുസ്തകം, അതിൻ്റെ കാര്യങ്ങളെ പറ്റി നമ്മൾ ഒരു ചെറിയ ചോദ്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ടീച്ചറിനെ എല്ലാവരുടെ അനുഭവത്തോടുകൂടി 22 നവംബർ 20 ജോലി കയറിയത്. 22 മാർച്ച് 15 എൻ്റെ കല്യാണം. 66-68 TTC. 68 തന്നെ ഞാൻ കടങ്കര ഗവൺമെൻറ് ഹൈസ്കൂളിൽ കയറി. അത് കഴിഞ്ഞ് ഞാൻ TTC പ്രൈമറി സ്കൂളിലാണ് പഠിപ്പിച്ചത്. അത്രയേ ഉള്ളൂ സാറേ മലയാളം. നമുക്ക് പദങ്ങൾ വലിയ കഠിനമായില്ല, പക്ഷെ നമുക്ക് നമ്മളെഴുതുന്ന സാധാരണക്കാർക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാൻ എഴുതിയിട്ടുണ്ട് ഒരു കോമഡി പോലൊരു പാട്ട്. ഈ 3 മക്കള്, 2 പെണ്ണും 1 ആണും. പെൺപിള്ളേർ 2 ടീച്ചർമാരാണ്. എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു ജീവിതത്തിന്. എൻ്റെ ഇളയമോള് SSLC റാങ്കിനടുത്ത് മാർക്കുണ്ടായിരുന്നു, സ്കൂളിൽ റാങ്ക് ഉണ്ടായിരുന്നു, ഗോൾഡ് മെഡൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പാലായിലൊന്നും പറ്റില്ല, കാരണം അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രണ്ടുപേരും B.Ed എടുപ്പിച്ചു, കാരണം സ്വന്തം കാര്യം നിൽക്കണം പിള്ളേരെന്ന് എനിക്കുണ്ടായിരുന്നു. B.Ed നമുക്ക് താങ്ങാവുന്നതാണ്. എൻ്റെ കൂടെ പഠിപ്പിച്ച അധ്യാപകരൊക്കെ സെൻട്രൽ സ്കൂളിലാണ് പഠിപ്പിച്ചത്. പിന്നെ സാധാ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ മലയാളം എല്ലാവരും ഇവിടെ പഠിച്ചത്. മലയാള സ്കൂളിൽ ഞാനും എൻ്റെ മക്കളും എല്ലാവരും ഇവിടെ പഠിച്ചത്. ഞാൻ പഠിപ്പിച്ചതും അവിടെ. ഞാൻ സ്കൂളിൽ നിന്ന് ഞാൻ മഞ്ചേരി കയറിയതാണ്. ഈ 77 വയസ്സിൽ ഇപ്പോഴും എന്നെ വിളിക്കും. ടീച്ചർ ഔദ്യോഗിക ജീവിതത്തോടൊപ്പമാണോ ഈ കവിത എഴുതാനും പ്രസംഗിക്കാനും ഒക്കെ തുടങ്ങിയത്, അതോ അതിനുശേഷമാണോ എന്നൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. എങ്ങനെയാണ് ഈ സാഹിത്യ രംഗത്തേക്ക് വന്നതെന്നും ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാനെൻ്റെ ചെറിയ അതെന്ന് ഞാൻ പറയാം. ചെറുപ്പത്തിലെ ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ ഈ പാരഡി എഴുതും. കവിതയല്ല, പാരഡി എഴുതുമായിരുന്നു. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴും എല്ലാം പാരഡി ഗാനങ്ങൾ എഴുതും. അത് ഞാൻ ചുമ്മാ പറയും, ആരും ശ്രദ്ധിക്കാറില്ലായിരുന്നു. അതിന് 9 വയസ്സിൽ എൻ്റെ അച്ഛൻ മരിച്ചു. എന്നാലും പൊന്നുപോലെ എൻ്റെ സഹോദരൻ നോക്കിയതും വളർത്തിയതും. എന്നാൽ ഇങ്ങനൊരു പ്രത്യേക ശ്രദ്ധയില്ലായിരുന്നു ആർക്കും. ചേട്ടൻ എറണാകുളത്തായിരുന്നു, ഒരു ഹൈക്കോടതിയിലായിരുന്നു. അങ്ങായിരുന്നു ജീവിതം. പിന്നെ ഈ കവിത എഴുതാൻ തുടങ്ങിയ കൂടുതലും TTC കയറുന്ന ശേഷമാണ് കൂടുതലും. അവിടെ ഈ എല്ലാത്തിനും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ഥലമായിരുന്നു TTC, ഗവൺമെൻറ് BTS തിരുവല്ല. നമ്മളുടെ സംസ്ഥാനത്ത് ഇതൊന്നും 2 ഉള്ളൂ. അങ്ങനെ 2 വർഷവും അവിടെ തന്നെ താമസിക്കുന്നതും വളരെയധികം അച്ചടക്കം പഠിക്കാനും ഒരു ചിട്ടയായ ജീവിതക്രമം, അതിനെപ്പറ്റി എഴുതാൻ തന്നെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെയാണ് നമ്മുടെ അവിടെ ആഴ്ചതോറും പരിപാടികളുണ്ട്. അപ്പോൾ നമ്മൾ അനുകരണ ഗാനങ്ങളും അങ്ങനെ പലതും എഴുതി. അങ്ങനെയാണ് ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ എഴുതി. അതുപോലെ തന്നെ അക്ഷരം പഠിപ്പിക്കാനൊക്കെ ഞാൻ കവിതയാണ് എഴുതിക്കൊണ്ടിരുന്നത്. ആഴ്ച പഠിപ്പിക്കാൻ ഞാൻ എഴുതി. ആഴ്ച അമ്മയ്ക്ക് 7 മക്കളാണ്, 1-ാമൻ കുഴിമടിയൻ ഞായറാണ്. അങ്ങനെ എഴുതിയിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. സമയം കാണത്തില്ല ഇനിയും ചൊല്ലിയന്. അങ്ങനെയാണ് ഓരോന്നിനും ഇല്ല പഠിപ്പിക്കാൻ. ഞാൻ കഥ എഴുതും, അക്ഷരക്കഥ എഴുതും. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പിള്ളയെന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കള്ള് കച്ചവടമായിരുന്നു. അതിന് സമയം വേണ്ട, പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അത് കേൾക്കാൻ ഇൻട്രസ്റ്റാണ്. എളുപ്പം പഠിക്കുമായിരുന്നു. ഞാൻ 1-ാം ക്ലാസ്സിൽ തന്നെ 10-20 വർഷം പഠിപ്പിച്ചിരുന്നു. എനിക്കിഷ്ടവുമായിരുന്നു. ആർക്കും ഇഷ്ടമല്ലാത്ത ക്ലാസ്സാണ്. എനിക്കിഷ്ടമായിരുന്നു. കാരണം ഞാൻ ഈ അക്ഷരങ്ങൾ പഠിപ്പിച്ചിരുന്നത് കഥയിൽ കൂടെയും കവിതയിൽ കൂടിയായിരുന്നു. ഏത് DPP വന്നാലും എങ്ങനെയൊക്കെയുള്ള വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ വന്നാലും ശരി, എൻ്റെ രീതി അതിലേക്ക് എടുത്തു വെച്ചാണ് പഠിപ്പിച്ചിരുന്നത്. കള്ള് കച്ചവടം ചെയ്തിരുന്ന പിള്ളേർ ഒരു ദിവസം രാത്രി കള്ളും കൊണ്ട് പോവുകയായിരുന്നു. വഴി വെച്ചൊരു കള്ളനെ കണ്ടു. അപ്പോൾ നമ്മൾ പിള്ളേരെല്ലാം ജിജ്ഞാസയോടെ കേൾക്കും, നമ്മളെപ്പോലല്ല. വഴിയിലൊരു വള്ളി ഉണ്ടായിരുന്നു. പിള്ള ഓടി, ആ വള്ളിയെ കെട്ടി പിള്ള വീണു, കള്ളും കുടം പൊട്ടി. വളരെ താല്പര്യമായിട്ട് അത് ജീവിച്ചു. അത് കഴിഞ്ഞ് പിള്ളേരോട് അത് പറഞ്ഞ് ചോദ്യങ്ങൾ ചോദിക്കുക കഥയെപ്പറ്റി. അവരാ ഇള്ളാകേറുന്ന വാക്കുകൾ മുഴുവൻ പറയും. എനിക്ക് പഠിപ്പിക്കേണ്ട ഇള്ള മാത്രമാണ്. നമ്മൾ ബോർഡിൽ ആ വാക്കുകൾ എഴുതിയാൽ ഇള്ളാക്കി ചുമന്ന ചോക്ക് കൊടുത്തു. ആ രീതിയാണ് ഞാൻ പഠിപ്പിച്ചിരുന്നത്. അങ്ങനെയാണ് കൂടുതലും കൊച്ചു കവിത എഴുതിയാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത്. മലയാള ഭാഷയെക്കുറിച്ച് ഞാൻ എഴുതിയത് മലയാളമേ നീ എത്ര നല്ല ഭാഷ. അത് ഞാൻ ഇന്നലെ ഇരുന്ന് എഴുതിയതാ, മുമ്പ് എഴുതിയതല്ല. മലയാളമാണ് എൻ്റെ ഭാഷ. ഇപ്പം എഴുതിയെങ്ങനെ, മലയാളമേ നീ എത്ര നല്ല ഭാഷ, മലയാളി ഇന്നീൻ കൊലയാളിയോ, അമ്മ ചൊല്ലിത്തന്ന് കേട്ടതല്ലേ, എന്നമ്മ തൻ ഭാഷ പുണ്യമല്ലേ. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ സാധാരണ സംഭാഷണ രീതിയിൽ എഴുതാൻ തയ്യാറാണ്. ഒന്നാമത്തേന് ഞാൻ പ്രൈമറി സ്കൂളിലെ ടീച്ചറായിരുന്നു.
SLC വരെയുള്ള മലയാളം പഠിത്തമേ ഉള്ളൂ. അല്ലാതെ നമ്മളുടെ മലയാളം ഒന്നും എടുത്ത് പഠിച്ച ആളല്ല. എൻ്റെ അറിവ് വെച്ചുകൊണ്ട് പിന്നെ ജീവിതാനുഭവം, പ്രകൃതി എന്നുള്ള അനുഭവങ്ങളുമാണ് ഞാൻ കവിത എഴുതുന്നത്. വായന തീരെ കുറവാണ്. ഞാനത് വായിച്ചാൽ തന്നെ ബാലരമയെ വായിക്കാറുണ്ട്. ടീച്ചർ ഇപ്പോൾ എത്ര കവിതകൾ രചിച്ചു, അതിൽ എത്ര എണ്ണം പബ്ലിഷ് ചെയ്തു, അതൊന്ന് അറിഞ്ഞാൽ 50-ലധികം ട്രോഫികൾ കിട്ടിയിട്ടുണ്ട്. കവിതയ്ക്കാണ് കൂടുതലും കിട്ടിയിരിക്കുന്നത്. പിന്നെ കവിതകളൊരു 100-ലധികം എഴുതിയിട്ടുണ്ട്. പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ സ്വന്തമായിട്ട് പുസ്തകം ഇറക്കിയിട്ടില്ല, പുസ്തകങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ടീച്ചർ ഈ ആധുനിക കാലത്ത് വിദ്യാഭ്യാസം കഴിഞ്ഞ് കുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകി ഇറങ്ങിയാണ്. ടീച്ചർ പഠിച്ച കാലത്ത് വിദ്യാഭ്യാസമായ രീതികളും ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയും നമുക്ക് താരതമ്യം ചെയ്ത് പറയാൻ കഴിയും. ഒറ്റ വാക്കിലായാലും ഇവിടെ മെച്ചപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ മെച്ചപ്പെട്ടില്ല എന്ന് പറഞ്ഞാവില്ല. അന്നത്തെ രണ്ട് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിലുള്ള മാറ്റം ഒരു വാക്കി പറയണ, ഒരു വാചകത്തിൽ പറയണ, ഒരു കണ്ണിക പറയണം. ഒരു കണ്ണിയെ പോലെ ബാല്യകാലമല്ല ചോദിച്ചത്, ബാല്യകാലത്തെ കാര്യമല്ലേ ചോദിച്ചത്. ബാല്യകാലത്തിൻ മധുര സ്മരണകൾ ലാവെളിച്ചം പകർന്നു തരക്ക ഞാൻ. അത്ഭുത പ്രതിമാസമീ ബാല്യവും രണ്ടാം ബാല്യം ഈ വാർദ്ധക്യ ജീവിതം അനന്തിന് എഴുതിയതാണ്. അപ്പൊ അന്ന് പറഞ്ഞാൽ ആശാമ്പള്ളിക്കുട്ടി നമ്മുടെ മുട്ടിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ പോലെയാണ് ആശാമ്പള്ളിക്കട ഉണ്ടായിരുന്നു. അവിടെ മണം വേണ്ടിയായിരുന്നു പഠിച്ചിരുന്നു. ശാസ്ത്രീയമായി തന്നെ മണലിലൂടെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ഞരമ്പും തലച്ചോറുമായിട്ട് നല്ല പ്രവർത്തന അസരങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെയധികം ഗുണങ്ങളുണ്ട് അതുകൊണ്ട്. കാരണം പിള്ളേർക്ക് പ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. മണ്ണിലുമൊക്കെ നടന്നും കളിച്ചും അവർക്ക് അങ്ങനെയുള്ള കഴിവുണ്ടാകുന്നു. പിന്നെ പൈസ ചെലവില്ല, കയ്യും വീശി കുട്ടികൾക്ക് പോകായാൽ മതി. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് വീണ്ടും വരേണ്ടതാണ് എന്നുകൂടി ഞാൻ പറയുക. വേദനിക്കുന്നതുമുണ്ട്, നല്ല ഓർമ്മകളുമുണ്ട്, വേദനിക്കുന്നതുമുണ്ട്. പിള്ളേരുമായിട്ടുള്ള അത് വളരെയധികം സന്തോഷകരമായ കാര്യമാണ്. വേദനിച്ചറിവ് ഞാൻ പിള്ളേരെ ഉപദ്രവിക്കാറില്ല. പിന്നെ എൻ്റെ ക്ലാസ്സിൽ അച്ചടക്കം ഉണ്ടായിരിക്കണം, അത് നിർബന്ധമാണ്. ഞാൻ ഇടി വെച്ചാൽ മാത്രമേ പിള്ളേരെ അടിക്കാറുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ഈ ഭാഗത്തുള്ള ആൾ 4ാം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴേ ആ കുട്ടിയെ എന്തോ ഒരു കണക്ക് ചെയ്തപ്പോൾ അത് ബോർഡിൽ ചെയ്തപ്പോൾ തെറ്റിച്ചപ്പോൾ ഞാൻ വടി കൊണ്ട് ഇങ്ങനെ ഓങ്ങിയതാണ്. പക്ഷെ അത് ഇല്ലിമുളയുടെ കമ്പായിരുന്നു. അത് അതിൻ്റെ കയ്യിൽ കൊണ്ട് കൈ മുറിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ പിറ്റേ ദിവസം തന്നെ അല്ലാനായിട്ട് വന്ന പോലെ രക്ഷിതാക്കളും ഒക്കെ കൂടെ വന്നു. അതെനിക്ക് മറക്കാനും കഴിയത്തില്ല. എനിക്ക് വലിയ രക്തം കണ്ടപ്പോൾ എനിക്കും വേദനയായിപ്പോയി. അതൊരു വലിയ അനുഭവമാണ്. കൊച്ചുമക്കളൊക്കെ വളരെ നല്ല രീതിയിൽ ടീച്ചറിൻ്റെ പാത പിന്തുടരുന്നുണ്ട്. നല്ല രീതിയിലുള്ള കലാപരമായിട്ടും മറ്റു രീതിയിലൊക്കെ നല്ല രീതിയിലുള്ളൊരു പ്രോത്സാഹനം, അത് ടീച്ചറിൻ്റെ പ്രചോദനമാണ്. കുട്ടികളിൽ നിന്ന് കൊച്ചിലെ തന്നെ ഒരു നല്ല രീതിയിലുള്ള പലവിധ സമ്മാനങ്ങൾ പല പല പരിപാടികളിൽ നല്ല രീതിയിലുള്ള കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അതിൽ ടീച്ചറിൻ്റെ ഒരു പങ്ക് ഇതിലൊന്നുമില്ല. ഞാനാകപ്പാടെ അവിടെ പിള്ളേർ സമ്മാനം മേടിക്കും, ഇങ്ങനെ കൈയടിക്കുക മാത്രമേ ഉള്ളൂ ചെയ്യാറ്. സത്യത്തിൽ അവർക്ക് ശിവാനി എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ഒരുപാട് കഴിവുകളുമില്ല. ഒരു വിഷയം കൊടുത്താൽ അന്നേരം പ്രസംഗിക്കും, കവിത എഴുതും, സ്വന്തമായിട്ട് ചെയ്യും, ആരും ആവശ്യമില്ല. ദേവവന്നെന്ന് പറഞ്ഞാൽ ഇവളും പാട്ട് പാടും, അവന് പാടാനും അങ്ങനെയുള്ള കലാപരങ്ങൾ തന്നെത്താൻ ഓടക്കൊണ്ട് വായിക്കും. അതൊന്നും പഠിച്ചതല്ല, തന്നെത്താൻ വായിക്കുന്ന. പിന്നെ പഠിക്കുന്നുണ്ട്, പാട്ട് പഠിക്കുന്നുണ്ട്, കീബോർഡ് പഠിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കഴിവുകൾ അവരുടെ വീട്ടിൽ നിന്നാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. പക്ഷെ അവൻ അതിൽ ഒരുപാട് താല്പര്യമുള്ള കുട്ടികളാണ് രണ്ടുപേരും. ഇപ്പോൾ ടീച്ചർ ഈ ആധുനിക കാലത്ത് വിദ്യാഭ്യാസം കഴിഞ്ഞ് കുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകി ഇറങ്ങിയാണ്. ടീച്ചർ പഠിച്ച കാലത്ത് വിദ്യാഭ്യാസമായ രീതികളും ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയും നമുക്ക് താരതമ്യം ചെയ്ത് പറയാൻ കഴിയും. ഒറ്റ വാക്കിലായാലും ഇവിടെ മെച്ചപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ മെച്ചപ്പെട്ടില്ല എന്ന് പറഞ്ഞാവില്ല. അന്നത്തെ രണ്ട് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിലുള്ള മാറ്റം ഒരു വാക്കി പറയണ, ഒരു വാചകത്തിൽ പറയണ, ഒരു കണ്ണിക പറയണം. ഒരു കണ്ണിയെ പോലെ ബാല്യകാലമല്ല ചോദിച്ചത്, ബാല്യകാലത്തെ കാര്യമല്ലേ ചോദിച്ചത്. ബാല്യകാലത്തിൻ മധുര സ്മരണകൾ ലാവെളിച്ചം പകർന്നു തരക്ക ഞാൻ. അത്ഭുത പ്രതിമാസമീ ബാല്യവും
രണ്ടാം ബാല്യം വാർദ്ധക്യ ജീവിതം അനന്തരം എഴുതിയതാണ്. അപ്പൊ അന്ന് എന്ന് പറഞ്ഞാല് ആശാമ്പള്ളിക്കുടി നമ്മുടെ മുട്ടിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ പോലെയാണ് ആശാമ്പള്ളിക്കട ഉണ്ടായിരുന്നു. അവിടെ മണൽ നെല്ലിയായിട്ട് പഠിച്ചിരുന്നു. ശാസ്ത്രീയമായി തന്നെ മണൽ നെല്ലിയുടെ ഗുണങ്ങൾ പിടിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ഞരമ്പും തലച്ചോറുമായിട്ട് നല്ല പ്രവർത്തന അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെയധികം ഗുണങ്ങളുണ്ട് അതുകൊണ്ട്. കാരണം പിള്ളേർക്ക് പ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. മണ്ണിലുമൊക്കെ നടന്നും കളിച്ചും അവർക്ക് അങ്ങനെയുള്ള കഴിവുണ്ടാകുന്നു. പിന്നെ പൈസ ചെലവില്ല, കയ്യും വീശി കുട്ടികൾക്ക് പോകായാൽ മതി. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് വീണ്ടും വരേണ്ടതാണ് എന്നുകൂടി ഞാൻ പറയുക. ഏറ്റവും വലിയ വ്യായാമമാണ് നടപ്പ്. ഞാൻ ശരിക്കും ആഹാരം കഴിക്കുന്ന ആളാണ്. ഇത് നല്ല 5-20 വിശപ്പുള്ള ആളുകൾ. അപ്പം നടക്കുന്നതാണ് ഏറ്റവും വലിയ വ്യായാമം. അത് നമ്മളെല്ലാവരും സ്വീകരിക്കേണ്ടത് ഇങ്ങനൊരു കൂട്ടായ്മ. അത് പറയാതിരിക്കാൻ പറ്റില്ല. നമുക്ക് വളരെ വളരെ നമ്മളിങ്ങനെ അകത്തിരുന്നാൽ ഇരുന്ന് പോകും. ആരെയും കാണാതെ നമ്മളോട് പറഞ്ഞിട്ട് നമ്മുടെ പിള്ളേർക്ക് ഇങ്ങനത്തെ സംസാരിക്കാൻ നമുക്ക് നേരെയില്ലല്ലോ. ഇല്ല, നമ്മൾ ഒറ്റപ്പെട്ടു ഓർമ്മിച്ചില്ല. അതുകൊണ്ട് നമ്മൾ ആ കൂട്ടായ്മയിൽ വരുന്നതും നടക്കുന്നതുമാണ്. ഞാൻ ആഹാരമൊന്നും കൺട്രോളല്ല, കഴിക്കുന്നുണ്ട്. അല്ല, അങ്ങനെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. അങ്ങനെയല്ല, ശിക്ഷ അങ്ങനെ വേണ്ട ആവശ്യമില്ല. സീനിയർ സിറ്റിസന്റെ സംസ്ഥാന സമ്മേളനത്തിന് എന്നോട് കവിത എഴുതാനായിട്ട് ആവശ്യപ്പെട്ടു. സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടു. സ്വാഗതകാരൻ ഞാൻ എഴുതി. ആ കവിത ഞാനത് സംസ്ഥാന 14 ജില്ല ഇരിക്കുക മുനിസിപ്പൽ ടൗണിലാണ്. അപ്പോഴും പത്മകുമാർ ഡോക്ടർ ഉണ്ടായിരുന്നു. അതിന് പത്മകുമാർ ഡോക്ടർ. അത് കഴിഞ്ഞിട്ട് ഞാൻ കവിത ചൊല്ലുമ്പോൾ നമ്മളുടെ പേരൊക്കെ വിളിച്ചു പറയില്ല, ഞങ്ങൾ തന്നെയാണ് അവതരിപ്പിച്ച്. അത് കഴിഞ്ഞപ്പോൾ സാറ് ഒരാളെന്നെ വിളിക്കും, ഒരു ആന്റണി സാറിനോട് സാറ് വിളിക്കുകയാണ്. പത്മകുമാർ ഡോക്ടർ പറഞ്ഞു ടീച്ചറിനെ അഭിനയിച്ച് ഒരുപാട് സന്തോഷം. പിന്നെ ഒരിക്കൽ ഇതുപോലെ തന്നെ മലയാള മനോരമയുടെ ഓഫീസുണ്ട് അങ്ങ് ഉമ്മാരുടെ ഒന്നും പറയാറിയാലും മേളിൽ അവിടെ വെച്ച് സാറിൻ്റെ ഒരു ഫാമിലി ഡോക്ടർ എന്ന് പറഞ്ഞ് പുസ്തകപ്രകാശനം ഉണ്ടായിരുന്നു. ഫാമിലി ഡോക്ടർ ഈ ഗ്രൂപ്പിലുണ്ടല്ലോ, നമ്മളെല്ലാം അറിയിക്കുക. അങ്ങനെ അനുസരിച്ച് ഞാനും പോയി ചെന്ന് ഒരുപാട് എഴുത്തുകാരും ഡോക്ടർമാരെ ഉള്ളവിടെ. അപ്പം നമ്മുടെ ഗംഗാധരൻ ഡോക്ടർ അങ്ങനെ ഡോക്ടറുടെ അല്ലേ ഇപ്പോൾ ഡോക്ടർമാരെ ഉള്ളൂ, എന്നാലും ഡോക്ടറും വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരുപാട് പ്രഗത്ഭരുണ്ട് അതിനകത്ത്. എനിക്ക് സംസാരിക്കാനൊന്നും കഴിയില്ല. എല്ലാവരും വന്നു എഴുതി പത്മകുമാർ ഡോക്ടറിനെ കൈകാണിച്ച് വിളിക്കുക. എനിക്ക് വളരെ സന്തോഷം. വാക്ക് പോലും സംസാരിച്ച് ശീലമില്ല. വിഷയം ഇങ്ങോട്ട് പറയുകയാണ്, അങ്ങോട്ട് മറുപടി പറയാതെ അന്ധവിശ്വാസങ്ങൾ ക്യാൻസർ. ഞാൻ അതിലെനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അത്രയും പേരിൽ നിന്ന് ഒന്നുമല്ലാത്ത എന്നെ സാറ് തിരഞ്ഞെടുത്തു. പിന്നെ മൂന്നാമത് സാറിൽ നിന്ന് തന്നെ ഞാൻ ജില്ലാ സമ്മേളനത്തിന് ഞാൻ തന്നെയാണ് സ്വാഗതഗാനം എഴുതിയത്. ഞങ്ങൾ തന്നെയാണ് അവതരിപ്പിച്ച്. അന്നേരം ഇദ്ദേഹം അന്ന് എനിക്കൊരു ആദരവുമുണ്ട് ഞങ്ങളുടെ ജില്ലാ സീനിയർ സിറ്റിസന്റെ. ടീച്ചറെ, പഴയകാല കവിതകളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് പോകാത്തതാണ്. ഇപ്പൊ ആധുനിക കവിതകളെ കുറിച്ച് ടീച്ചറിന്റെ അഭിപ്രായം പറയും. ആധുനിക കവിതകളെന്ന് പറഞ്ഞാൽ ഇപ്പം കവിത തന്നെ ഇപ്പം ഞാൻ പറഞ്ഞുതരാം, മാറ്റമുണ്ട് ഒരുപാട്. ഇപ്പം തന്നെ ഗദ്യ ഇവിടുത്തെ കവിത സത്യത്തിൽ അതെങ്ങനെ കവിതയാകുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഗദ്യ കവിത അതുപോലെ വൃത്തമൊന്നും പറഞ്ഞു കുറേ പേര് ഈ രാമായണം എഴുതുന്നതും പിന്നെ മഹാഭാരതം എഴുതുന്ന വൃത്തം അനുസരിച്ചാണ്. അതിനെല്ലാം ഒരു താളമില്ല. നമ്മൾ താളത്തിൽ എഴുതുന്നതിനുള്ള ഒരു വൃത്തം വരും തീർച്ചയായിട്ടും. അങ്ങനെ നമ്മൾ അതിന് പഴയ കവിതകൾ തന്നെയാണ് തീർച്ചയായിട്ടും. ദാഹിക്കുന്നു ഭഗിനി വാരസം ഓരോക്കെ കേട്ടിട്ട് പറയും. ഈ കവിതകൾക്കില്ല എന്നാണ് എനിക്ക് ുള്ളത്. ഇത് കുറച്ചുകൊണ്ട് പറഞ്ഞ 50-ൽ പരം കവിതകൾ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് ആ കവിതകൾ ടീച്ചർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓർമ്മയിൽ നിന്ന് അത് ഓർത്തെടുത്തുള്ള ഒരു പുസ്തക രൂപേണ കൊണ്ടുവരാൻ സാധിക്കുമോ? ഒന്ന് ടീച്ചർ ആ രീതിയിലുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ ഒരുപാട് സാഹിത്യ സംഘടനകളുണ്ട്. അക്ഷരശ്രീയും പറഞ്ഞ സാഹിത്യ സംഘടനയിൽ സെക്രട്ടറി സ്ഥിരം പറഞ്ഞ് കണക്കുകൊണ്ടിരിക്കുകയാണ്. കോട്ടയം അല്ലേ? അതെ അതെ. ഈ കവിതകളെല്ലാം സാറേ ഞാൻ എഴുതുന്നത് വായനാസ്വതി കത്തുകളാണ്. അങ്ങനെ ഒരു വിഷയം തന്നാൽ വേറെ ഇങ്ങനെ സാധാരണ ഭാഷയിൽ എഴുതി ശീലിച്ചു വരും. അങ്ങനെ എഴുതിയിട്ട് കുറച്ച് കവിതയാണ് കൊണ്ടുവന്നത്. ഞാനിപ്പോൾ എഴുതിയിട്ടുണ്ട് ഓണത്തിനെ കുറിച്ച്. ഈ ഓണത്തിന് ഞാൻ എഴുതുന്നത്
ഓണം നിശബ്ദമായി നിശ്ചലമായി മാറി ആ നല്ല നാളുകൾ സ്വപ്നങ്ങളായി മാറി. ഊഞ്ഞാലിൻ പാട്ടില്ല, ആടാനോ കുട്ടിയില്ല, പാട്ടപ്പെട്ടി തന്നിലായി ഓണങ്ങൾ വിടുന്നു. മാവേലി വന്നെത്തി ഞാണിച്ചു തല താഴ്ത്തി മാലോക ഊമയായി ആമയായി മാറിയോ. ഇതാണ് എന്റെ സ്വഭാവം. എഴുതാനുള്ള താല്പര്യമുള്ളവര് ആണ് കൂടുതലും. ബാലരമ വായിച്ചാൽ കുട്ടിക്കഥ എഴുതാൻ തീർച്ചയായിട്ടും. ആ കുട്ടിക്കഥകൾ ഇഷ്ടമാണ്, അതാണ് ബാലരമ വായിക്കുന്നത്. അതുപോലെ നമുക്ക് തലച്ചോറിന് ഒരു പ്രവർത്തനം ഉണ്ടാക്കാനുള്ള ചെറിയ ചെറിയ കുസൃതികൾ ബാലരമയ്ക്കകത്തുണ്ട്. ആയിട്ടുള്ള നമ്മൾ നിൽക്കുന്ന പോലെ നിൽക്കും നമ്മളോട്. പിന്നെ എന്നോട് ഞാൻ ആരോടും ചെയ്യും എന്നാണ് എൻ്റെ കുടുംബം. ഇതുവരെ മനസ്സിലായിട്ട് ഞാൻ ആരോടും ഉദ്ദേശിച്ചു കുട്ടികളോട് വല്ലവർക്കും ഉദ്ദേശിച്ചുള്ളതല്ലാതെ തിരിച്ചു ചെയ്യാറുണ്ട്. ചെയ്യും. അനുഭവത്തില് എനിക്കൊരു പാതയുണ്ട് സാറേ. ഇപ്പൊ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ആ പാത ചെയ്തു. സത്യമായ നേരായ പാത അല്ല അങ്ങനെ ചെയ്യണമെന്നുള്ളത്. ആ നേരായ പാത ഞാൻ പഠിക്കുന്നില്ല, അതേ ചെയ്യുള്ളൂ. നിർബന്ധമില്ല, ഞാനൊന്നും പറയുന്നു. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. വീട്ടിലാണേലും അതെ, വീട്ടിലും അതെ. എല്ലാവരും എന്നോട് ദേഷ്യപ്പെടുന്ന അല്ലാണ്ട് ഞാനാണ് ഏറ്റവും മനസ്സിനെ ഹർട്ട് ചെയ്ത ഒരു അനുഭവം പറ. ഈ ഇങ്ങോട്ട് ദേഷ്യപ്പെട്ട സംഭവം സഹപ്രവർത്തകരിൽ നിന്നുണ്ടായ ഒരു ദുരനുഭവം. അത് തന്നെ. അത് അല്ലേ മനസ്സിനെ നോട്ട് ചെയ്യുന്നത് അതിലെ ഏതെങ്കിലും ഒന്ന് വിവരിക്കാമോ? അത് പിന്നെ എല്ലാം ഞാൻ തമാശയിലൂടെ കാണുന്നു. പിന്നെ ചില കാര്യങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതിലത് തന്നെ തന്നെ കിടക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ സഹപ്രവർത്തകരല്ലേ, തീർച്ചയായിട്ടും നമ്മളിപ്പോ എന്ത് രീതിയോ മറ്റുള്ളത് പറയുന്ന പോലല്ല. നമ്മളുടെ ഇഷ്ടപ്പെടാത്തല്ല, ശരിയല്ലെന്നാണ് എന്റെ തോന്നുന്നത്. വലിയ ശബ്ദം ഇവിടുന്ന് നോക്കുക. അപ്പൊ ഈ പെരയുടെ അപ്പുറത്തെ പെരയുടെ സൈഡിൽ നിന്ന് കേൾക്കുന്നത്. ഒരു ബോക്സ് വെച്ച് പാട്ട് വെച്ചിരിക്കുക, അവരാരും കേൾക്കുന്നില്ല. നമുക്ക് ശല്യമാണ്. രാത്രിയായി നോക്കിയിട്ട് ഇങ്ങനെ കപ്പിലോന് വേണ്ടി വലിയ ബിസ്ക്കറ്റ് പാട്ടായിട്ട് കയറി പടവും നടത്തിയ കൈയും കടക്കിയത്. കൈയുടെ സ്റ്റൈലെല്ലാം മാറിയിട്ടാണ്. എന്നോങ്ങനെ അവരുടെ കാര്യം മാറ്റി ചുരിദാറാക്കി സൗകര്യം എന്ന് പറഞ്ഞ കാര്യം മാന്യമായ ഒരു അധ്യാപനം തീർച്ചയായിട്ടും സാരി തന്നെ സാരി വേണം. സാരി തന്നെ അതിൻ്റെതായ ഐശ്വര്യം എന്നേ എനിക്ക് പറയാനുള്ളൂ. കൂടുതലും എല്ലാം മാറ്റിയിട്ടാണ്. പിന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഞാൻ ലേഖനം എഴുതുന്നത് കൊണ്ടുപോകുന്നുണ്ട്. ആ ലേഖനം
വിദ്യാഭ്യാസത്തിന് നയം തന്നെ മാറിയിട്ടാണ്. ആ ഒന്നാമത് എല്ലാവരും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ പഠിക്കുന്നു. സാധാരണക്കാരുടെ മക്കളല്ലേ ഇവിടെ പഠിക്കുന്നത്. അവിടെ ചോദിക്കാനാണില്ല, പറയാനാണില്ല. വിദ്യാഭ്യാസം എടുത്ത് തകിടം മറിക്കില്ലേ സാറേ. എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുക അടിക്കറ, ഉറയ്ക്കാൻ അനുവദിക്കുക. ഫൗണ്ടേഷൻ ഇളക്കിക്കൊണ്ടിരിക്കുക, ഉറയ്ക്കുന്നത് എവിടാ സാറേ? അപ്പൊ ഇതിനകത്ത് സ്മാർട്ട് ക്ലാസ് മറ്റേ ഇതുപോലെ ഇത് വെച്ചു പുതിയ പോലെ കണ്ട് അപ്പോഴും ഒക്കെ സാറേ കോഴികളുടെ ഒക്കെ എണ്ണം പഠിപ്പിക്കാനായിട്ട് നമ്മൾ 1-2 കോഴികളെയൊക്കെ അതിനകത്ത് പിള്ളേർ തന്നെ നേരത്തെ നമുക്ക് ഒരു എണ്ണം പഠിക്കാൻ. ആ രീതിയൊക്കെ ഇത് വളരെ സങ്കടമാണ്. എല്ലാം അതെ സാറേ. ഇവിടുത്തെ ഇനിയും മേൽക്കുമേൽ ഞങ്ങൾക്ക് ഇതുപോലുള്ള ആളുകളുടെ സൗഭാഗ്യം കിട്ടട്ടെ. ഭാവിയിലെ ബാലാമണി അമ്മയാകട്ടെ. 1-ാം തീയതിയാണല്ലോ. അതിന് അഡ്വാൻസ് ആയിട്ട് ഇന്ന് ഈ പ്രത്യേക രീതിയിലുള്ള കൂടിക്കാഴ്ചയും അതുപോലെ തന്നെ പുസ്തക വായന എല്ലാം കഴിഞ്ഞ ഒരു നല്ലൊരു അന്തരീക്ഷത്തിൽ ഏറ്റവും സീനിയർ മോശമായ നമ്മുടെ മെമ്പർ ശ്രീ M.M. ബഷീർ സാറിനെ ആദരവ് നൽകുന്ന ബഹുമാനപ്പെട്ട സാറിനെ അടുത്ത വിഷയമെന്ന് പറയുമ്പോഴേ ഈ ഞങ്ങളുടെ കെട്ടിപ്പിടുത്തം 40-40 വർഷത്തിന് മേളിലായി.